വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിൻ്റെ അൽഗോരിതമാണ്. പ്രോബ്ലം പാർട്ട് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് ലൈൻ പറയുന്നത് നമ്മൾ എല്ലാ തവണത്തെ പോലെ ഫംഗ്ഷൻ്റെ നെയിം എഴുതുന്നു, ഡെപ്ത് ലിമിറ്റഡ് സെർച്ച്. പിന്നെ നമ്മളെന്താ പ്രോബ്ലം കൊടുക്കുന്നു. സോ പ്രോബ്ലത്തിനൊരു ലിമിറ്റ് സെറ്റ് ചെയ്യും. സോ അതും കൂടെ നമ്മൾ പറയണം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നുകിൽ ഒരു സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഫെയിലിയർ കിട്ടും. അതാണ് ഫസ്റ്റ് ലൈൻ പറയുന്നത്. റിട്ടേൺസ് എ സൊല്യൂഷൻ ഓർ ഫെയിലിയർ. ഫെയിലിയറിൻ്റെ മറ്റൊരു പേര് കട്ട് ഓഫ് എന്നാണ്. ഈ ഫസ്റ്റ് ലൈൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഫംഗ്ഷൻ്റെ നെയിം, പ്രോബ്ലവും ലിമിറ്റും കൊടുക്കുന്നു. ഒന്നുകിൽ സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ ഫെയിലിയർ റിട്ടേൺ ചെയ്യും. ഫെയിലിയറിൻ്റെ മറ്റൊരു പേരാണ് കട്ട് ഓഫ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിക്കേഴ്സീവ് DLS എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ കൊണ്ടുവരിക. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് വീണ്ടും വീണ്ടും പെർഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റിക്കേഴ്സീവ് DLS, ഡെപ്ത് ലിമിറ്റ് സെർച്ച്. അപ്പോൾ ആ ഫംഗ്ഷനെ നമ്മൾ കൊണ്ടുവരിക. ആദ്യം ആ ഫംഗ്ഷൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നോഡ് ഉണ്ടാക്കും. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ ട്രീ ഇതാണെങ്കിൽ ഈ ട്രീയിൽ ഒരു നോഡ്, ഇതിപ്പോൾ നോഡാണെങ്കിൽ ഫസ്റ്റ് ഈ നോഡിനെ ഉണ്ടാക്കും. ഈ നോഡിനെ ഉണ്ടാക്കിയിട്ട് ഈ നോഡിനെ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആക്കി അസൈൻ ചെയ്യും. എന്നിട്ട് ഈ നോഡിൽ പ്രോബ്ലത്തിൻ്റെ ലിമിറ്റ് ഏത് വരെ പോവാമെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ റിക്കേഴ്സീവ് DLS ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആദ്യം ഒരു നോഡ് ഉണ്ടാക്കും. അതാണ് എഴുതിയിരിക്കുന്നത് മേക്ക് നോഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ നോഡിനെ പ്രോബ്ലത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആക്കി സെറ്റ് ചെയ്യും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പ്രോബ്ലം ഡോട്ട് ഇനിഷ്യൽ സ്റ്റേറ്റ്, പ്രോബ്ലത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആക്കി മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? പ്രോബ്ലവും അതിൻ്റെ ലിമിറ്റും പറഞ്ഞു കൊടുക്കും. പ്രോബ്ലം കോമ ലിമിറ്റ്. ഈ ലൈനും ഓക്കെ ആയല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ഫസ്റ്റ് ലൈൻ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് എഴുതിയാൽ മതി. പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന റിക്കേഴ്സീവ് DLS ഫംഗ്ഷനെയാണ് നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. അതൊരു നോഡ് ഉണ്ടാക്കി. സോ ആ നോഡിനെയും കൂടെ കയറ്റണം. ബാക്കിയെല്ലാം സെയിം ആസ് ഫസ്റ്റ് ലൈനാണ്. ഫംഗ്ഷൻ ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിന് പകരം റിക്കേഴ്സീവ് DLS. ഇവിടെ എക്സ്ട്രാ ഒരു നോഡുണ്ട്. ബാക്കി അതുപോലെ തന്നെയാണ്. പ്രോബ്ലം, ലിമിറ്റ്, റിട്ടേൺസ് എ സൊല്യൂഷൻ ഓർ ഫെയിലിയറിന് പകരം കട്ട് ഓഫ് എന്ന് എഴുതിയാലും ഒരു സീനും ഇല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു നോഡ് നമ്മുടെ റിക്കേഴ്സീവ് DLS ഉണ്ടാക്കി. ഇനി ഈ നോഡിൽ നമുക്ക് ഗോൾ ടെസ്റ്റ് നോക്കാം. അതായത് ആ പ്രോബ്ലത്തിൻ്റെ ഗോള് ഈ നോഡാണെങ്കിൽ നമുക്ക് അതിനെ സൊല്യൂഷൻ നോഡായിട്ട് എടുക്കാം. അപ്പോൾ ഒരു നോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഗോളാണോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മതിയല്ലോ ബാക്കി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തെഴുതണം? ഇഫ് പ്രോബ്ലം ഡോട്ട് ഗോൾ ടെസ്റ്റ്, പ്രോബ്ലത്തിൻ്റെ ഗോൾ ടെസ്റ്റ് ഗോളാണോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഏതിനെ? നോഡ് ഡോട്ട് സ്റ്റേറ്റ്, ആ നോഡിൻ്റെ സ്റ്റേറ്റിനെ. അപ്പോൾ ഇഫ് പ്രോബ്ലം ഡോട്ട് ഗോൾ ടെസ്റ്റ് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതേണ്ട. അതായത് പ്രോബ്ലത്തിലെ ഗോൾ ടെസ്റ്റ് നോക്കുന്നു. എന്നിട്ട് അതിന് ശേഷം വീണ്ടും പറയുന്നതിന് ബ്രാക്കറ്റിൽ എഴുതി പോകണം. ഏതാ? ഈ നോഡിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ ഗോളാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗോളാണെങ്കിൽ ദെൻ റിട്ടേൺ സൊല്യൂഷൻ നോഡ്. ഈ നോഡിനെ സൊല്യൂഷനാക്കി എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. ആ സൊല്യൂഷൻ നോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിലിടണം. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലത്തിൽ ഗോൾ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പം നോഡിൻ്റെ സ്റ്റേറ്റ് ഗോളാണെങ്കിൽ സൊല്യൂഷൻ എന്താണ്? ആ നോഡാണെന്ന് കിട്ടും. അപ്പോൾ ഗോളാണോ എന്ന് നമ്മൾ നോക്കി. ഗോളാണെങ്കിൽ സൊല്യൂഷൻ കൊടുക്കണം. ഇനി സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, എൽസ് ഇഫ് ലിമിറ്റ് ഈക്വൽ ടു 0, നമ്മുടെ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈ ഡെപ്ത് ലിമിറ്റ് സെർച്ച് ആവോ? ഇല്ല. നമുക്ക് എന്ത് റിട്ടേൺ ചെയ്യാം? ഫെയിലിയർ എന്ന് റിട്ടേൺ ചെയ്യാം. എൽസ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഫെയിലിയർ ഒക്കർ ആയോ എന്ന് നമ്മൾ നോക്കണം. ഫെയിൽ ഒക്കേർഡ് ആയെങ്കിൽ, ക്വസ്റ്റ്യൻ മാർക്കാണ്, ഫെയിലിയർ ഒക്കർ ആയോ ആണെങ്കിൽ നമ്മൾ അതിനെ ഫോൾസ് എന്നും പറഞ്ഞ് അസൈൻ ചെയ്യണം. അപ്പോൾ ഇത്രയും ലൈൻ മനസ്സിലായാലോ. എൽസ് ഇഫ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ ഫെയിലിയർ എന്ന് കൊടുക്കുക. എൽസ് ഫെയിലിയർ ഒക്കർ ആയെങ്കിൽ ഫോൾസ് എന്നും പറഞ്ഞ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ലൈൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്? ഡെപ്ത് ലിമിറ്റ് സെർച്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ടുവന്നു. പ്രോബ്ലവും അതിൻ്റെ ലിമിറ്റും പറഞ്ഞു. എന്നിട്ട് എന്താ? അതൊന്നുകിൽ ഒരു സൊല്യൂഷൻ തരും, അല്ലെങ്കിൽ ഫെയിലിയർ ആവും. എന്നിട്ട് നമ്മൾ എന്താ? റിക്കേഴ്സീവ് DLS ഫംഗ്ഷൻ കൊണ്ടുവന്നു. അതൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. ആ നോഡ് എന്താ ചെയ്തത്? ആ നോഡ് പ്രോബ്ലത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആക്കി സെറ്റ് ചെയ്ത് പ്രോബ്ലവും അതിൻ്റെ ലിമിറ്റും പറഞ്ഞു കൊടുത്തു. പിന്നെ അതിനെ ഫംഗ്ഷൻ ആക്കിയിട്ട് എന്താണ്? ഈ സെയിം ഫസ്റ്റ് സ്റ്റെപ്പ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് എഴുതി. പിന്നെ ആ ഒരു നോഡ് നോഡാണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ സൊല്യൂഷൻ തരും. ഇനി ലിമിറ്റൊന്നും ഇല്ലെങ്കിൽ ഫെയിലിയർ ആണ്. അപ്പോൾ ഫെയിലിയർ ഒക്കർ ആയെങ്കിൽ ഫോൾസ് എന്ന് കൊടുക്കും. ഇത്രയും നമ്മൾ നോക്കി.
ഇനി എന്താ പറയുന്നത്, പ്രോബ്ലം ഡോട്ട് ആക്ഷൻസ്. നമ്മൾ ഇപ്പോൾ ഈ പ്രോബ്ലത്തിന് വേണ്ടി കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യുവാണ്. എവിടെ? നോഡ് സ്റ്റേറ്റ്, നോഡുകളുടെ സ്റ്റേറ്റിൽ ഈ പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യുവാണ്. ഡു. അപ്പോൾ എന്തൊക്കെയോ കുറച്ച് ആക്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ എന്താ കുറച്ച് ആക്ഷൻസ് പെർഫോം ചെയ്യുക. എവിടെ? നോഡുകളുടെ സ്റ്റേറ്റിൽ, നോഡ് ഡോട്ട് സ്റ്റേറ്റ്. ഓക്കെ. ഇനി ചൈൽഡ് ആണെങ്കിൽ, ചൈൽഡ് എന്ന് പറയുന്നത് ഏറ്റവും തുമ്പിലത്തെ നോഡായിരിക്കും അല്ലേ. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഡെപ്ത് ലിമിറ്റിൽ വരത്തില്ല. ഒരു ലിമിറ്റ് പറയുമ്പം തുമ്പ് വരെ പോകത്തില്ലല്ലോ. അപ്പോൾ ചൈൽഡ് ആണെങ്കിൽ അത് ചൈൽഡ് ഡോട്ട് നോഡായിട്ട് നമ്മൾ പറയണം. അപ്പം വീണ്ടും ആ നോഡിൽ നമ്മൾ ആക്ഷൻ പെർഫോം ചെയ്യണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്ക് ആ ലിമിറ്റിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പ്രോബ്ലം കോമ നോഡ് ആക്ഷൻ. സപ്പോസ് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് റിക്കേഴ്സീവ് DLS വഴിയായിരിക്കും കിട്ടിയത്. അതായത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ചൈൽഡിൻ്റെ ലിമിറ്റിൽ നിന്ന് മേ ബി 1 കുറഞ്ഞതായിരിക്കും. അതായത് 1 കുറച്ച് നമ്മൾ റിക്കേഴ്സീവായിട്ട് നോക്കണം. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്രീ എങ്കിൽ ഇതിലെ ചൈൽഡ് ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. സപ്പോസ് നമുക്ക് ഇതിനെ ഓൾറെഡി കിട്ടിയെങ്കിൽ ഇതെന്ന് പറയുന്നതാണ് ഈ ചൈൽഡ് ഡോട്ട് നോഡ്. അപ്പോൾ അവിടെ പ്രോബ്ലത്തിൽ ആ നോഡിൽ നമ്മൾ എന്ത് പെർഫോം ചെയ്യണം, ആക്ഷൻ പെർഫോം ചെയ്യണം. ഇപ്പോൾ റിസൾട്ട് നമുക്ക് സപ്പോസ് കിട്ടി, ഇതാണെന്ന് ചോദിച്ചു റിസൾട്ട് കിട്ടിയെങ്കിൽ റിക്കേഴ്സീവ് DLS വഴിയായിരിക്കും കിട്ടിയത്. ഈ ചൈൽഡ് പ്രോബ്ലത്തിൽ ലിമിറ്റ് ഒരെണ്ണം കുറച്ച് റിക്കേഴ്സീവായിട്ട് വന്നു. മീൻസ് ഈ നോഡിൻ്റെ ലിമിറ്റിൽ നിന്ന് ഒരെണ്ണം കുറച്ചപ്പോൾ ഇവിടെ എത്തി, വീണ്ടും ഒരെണ്ണം കുറച്ചപ്പോൾ ഇവിടെ എത്തി. ആ രീതിക്കാണ് ഇത് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 2 എണ്ണം പഠിച്ചോണം. ചൈൽഡ് ആണെങ്കിൽ ചൈൽഡ് ഡോട്ട് നോഡ് എന്ന് പറയുന്നു പ്രോബ്ലം നോഡ് ആക്ഷൻ. റിസൾട്ട് ആണെങ്കിൽ റിക്കേഴ്സീവ് DLS വഴിയായിരിക്കും കിട്ടിയത് നമ്മുടെ ചൈൽഡ് പ്രോബ്ലം ലിമിറ്റ് -1. ഇനി 3 പോയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോഴും നമ്മുടെ റിസൾട്ട് ഫെയില്യൂർ ആണെങ്കിൽ നമ്മൾ എന്തുവാണ്, ഫെയില്യൂർ ഒക്കേർഡ് ആയോ എന്നൊന്നുകൂടെ നോക്കണം. എന്നിട്ട് ട്രൂ എന്ന് സെറ്റ് ചെയ്യണം. ട്രൂ എന്ന് സെറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിമിറ്റ് കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് കൊടുത്തു, അപ്പോൾ അവിടെ ട്രൂ ആവും സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇഫ് റിസൾട്ട് നോട്ട് ഈക്വൽ ടു ഫെയില്യൂർ, റിസൾട്ട് എന്ന് പറയുന്നത് ഫെയില്യൂർ അല്ല എന്നുണ്ടെങ്കിൽ ആ റിസൾട്ടിനെ എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഒന്നുകൂടെ നോക്കണം. ഇഫ് ഫെയില്യൂർ ഒക്കേർഡ് ആയെങ്കിൽ ദെൻ റിട്ടേൺ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഫെയില്യൂർ എന്ന് റിട്ടേൺ ചെയ്യുക, എൽസ് റിട്ടേൺ ഫെയില്യൂർ റിട്ടേൺ ചെയ്യുക. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ 3 പോയിൻ്റ് എന്താണ്. ഇനി റിസൾട്ട് എന്ന് പറയുന്നത് ഫെയില്യൂർ ആണെങ്കിൽ എന്നിട്ട് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതണം വീണ്ടും. എൽസ് ഫെയില്യൂർ ഒക്കേർഡ് ആണെങ്കിൽ ഇവിടെ ഫാൾസ് എന്ന് എഴുതിയ സ്ഥാനത്ത് ഇവിടെ ട്രൂ ആക്കണം. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എൽസ് ഇഫ് റിസൾട്ട് ഈസ് നോട്ട് ഈക്വൽ ടു ഫെയില്യൂർ ആണെങ്കിൽ ദെൻ റിട്ടേൺ റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഈ ഫെയില്യൂർ ഒക്കേർഡ് വീണ്ടും നമ്മൾ കൊടുക്കണം. ഫെയില്യൂർ ഒക്കേർഡ് ആണെങ്കിൽ ദെൻ റിട്ടേൺ കട്ട് ഓഫ് എന്ന് പറഞ്ഞ ഫെയില്യൂർ തന്നെയാണ്, എൽസ് റിട്ടേൺ ഫെയില്യൂർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിൻ്റെ അൽഗോരിതം.